തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ ഇത്തവണയും വലിയ തരത്തിലുള്ള ഒരു തിരക്കാണ് ബലിതർപ്പണവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പക്ഷേ എത്ര ആളുകൾ എത്തിയാലും അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ പരമേശ്വരൻ തന്നെ ചേരുകയാണ്. ഏതാണ്ട് എത്ര ആളുകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്? വാവിന് ഏകദേശം 1,00,000 കൂടുതൽ ആളുകൾ വരും. അതിപ്പോൾ റെസീറ്റാക്കുന്നത് 10-25,000 ഒക്കെ ഉണ്ടാവുള്ളൂ. സ്വന്തമായി വാവ് ബലി ചെയ്യുന്നവർ, വഴിപാട് കഴിക്കാൻ വേണ്ടി വരുന്നവർ, ബലിക്ക് വരുന്നവരുടെ കൂടെ വരുന്നവർ, വാവ് കാണാൻ വരുന്നവർ, അങ്ങനെയായിട്ട് ഏകദേശം ഒരു 1,00,000 മേലെ ആളുകൾ വരും. ഇവിടെ ആളുകൾ എത്ര വന്നാലും അവർക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടല്ലേ? വലിയ രീതിയിലുള്ള സൗകര്യങ്ങൾ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ടാണ് പോലീസ്, ഫയർഫോഴ്സ്, മെഡിക്കൽ സംഘങ്ങൾ, മുങ്ങൽ വിദഗ്ധർ, തോണി, നിരീക്ഷണ ക്യാമറകൾ, അതുപോലെ ഡോക്ടർമാരുടെ സേവനങ്ങൾ എല്ലാം ലഭ്യമാക്കിയിട്ടുണ്ട്. പുലർച്ചെ എത്ര മണിയോട് കൂടി ചടങ്ങുകൾ? രാവിലെ 2:30, പുലർച്ചെ 2:30 കൂടിയിട്ടാണ് ക്ഷേത്രത്തിൽ അംഗീകരിച്ച 16 കർമ്മികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മം തുടങ്ങിയിട്ടുള്ളത്. ഏകദേശം ഒരു ഉച്ചവരെ നീളും എന്നാണ് മനസ്സിലാക്കുന്നത്. നല്ല മഴയുണ്ട്, വിപുലമായ പന്തൽ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ പോലും വലിയ പ്രയാസമില്ലാതെ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട ക്ഷേത്രമായതുകൊണ്ട് തന്നെ പല ജില്ലകളിൽ നിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ത്രിമൂർത്തി സംഗമസ്ഥാനാണല്ലോ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രക്കടവ്. അപ്പോൾ ഇവിടെ ബലിതർപ്പണം ചെയ്യുക എന്നുള്ളത് ഏറെ ശ്രേയസ്കരാണ്. ഇപ്പം നാടിന്റെ നാനാഭാഗത്തു നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഇന്നലെ ഉച്ച മുതലേ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ തന്നെ പോലീസ്, മറ്റുള്ള ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുമായി ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്. ബലിതർപ്പണം കഴിഞ്ഞതിന് ശേഷം അമ്പലത്തിൽ പോയി മോക്ഷത്തിന് വേണ്ടി, പിതൃക്കളുടെ മോക്ഷത്തിന് വേണ്ടി തിലഹോമം, താമരമാല, സായുജ്യ പൂജ തുടങ്ങിയ വഴിപാടുകൾ കഴിച്ച് നവാമുകുന്ദനെ നമസ്കരിച്ചിട്ടാണ് പിന്നെ ഭക്തർ ഇറങ്ങിപ്പോകുന്നത്. ഭക്തർ പോകുമ്പോൾ നിള ഓഡിറ്റോറിയം, ഇതിനടുത്തുള്ളൊരു ഓഡിറ്റോറിയമാണ്. കോയമ്പത്തൂരിൽ നിന്നുള്ള കുറച്ച് മലയാളി ഭക്തർ കഴിഞ്ഞ 15 വർഷത്തോളമായി ഈ വരുന്ന മുഴുവൻ ആളുകൾക്കും ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. ആ ഭക്ഷണം കഴിച്ചിട്ടാണ് അവർ തിരിച്ചു പോകുന്നത്. ഓക്കെ, താങ്ക് യു. അപ്പം ഇത്തരത്തിൽ വലിയൊരു സുരക്ഷാ സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിൻ്റെ പുറത്തുനിന്നടക്കം ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇന്നലെ മുതൽ തന്നെ പകലോടുകൂടി തന്നെ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിത്തുടങ്ങിയിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ 2:30 പുലർച്ചെ 2:30 കൂടി തന്നെ ഇവിടെ ചടങ്ങുകൾ, കാർമ്മികൾ, ക്ഷേത്രം അംഗീകരിച്ച, ട്രസ്റ്റ് അംഗീകരിച്ച 16 കാർമ്മികളുടെ നേതൃത്വത്തിലുള്ള ചടങ്ങുകൾ പുരോഗമിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ വലിയ നീണ്ട നിര തന്നെ ഉണ്ട്. എവിടുന്നാണ് വരുന്നത് അമ്മേ? തൃശ്ശൂരിൽ നിന്നാണ്. ഇന്ന് പുലർച്ചെ വന്നാണോ? പുലർച്ചെ. അതെ. ഒരുപാട് സമയമായിരിക്കും നിൽക്കുന്നത്. വലിയ തിരക്കാണല്ലേ? ഇവിടെ വന്നപ്പോ 7 മണി. അതെ അല്ലേ, വലിയ തിരക്കാണല്ലേ? എവിടുന്നാ വരുന്നത്? രണ്ടുപേരോടുമാണ്. അപ്പം പല ജില്ലകളിൽ നിന്നടക്കമുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. എവിടുന്നാ വരുന്നത്? പുത്തനത്താണി. പുലർച്ചെ വന്നാണോ? അല്ല, കുറച്ച് നേരം. അപ്പോൾ അത്തരത്തിൽ പരിസര പ്രദേശങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ ജില്ലയ്ക്കകത്തും പുറത്തുനിന്നും ഒക്കെ ഉള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. എവിടുന്ന വരുന്നത്? ഇവിടുന്ന് അടുത്തന്നെയാണ് വിചാരിച്ചിട്ടാണ് ഈ നേരത്ത് വന്നത്. പക്ഷേ നല്ല തിരക്കാണ് ഈ നേരത്ത് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 2 മണി ഒക്കെയാണ് ആളുകൾ കൂടുതലുണ്ടാവുക. അത് വിചാരിച്ചിട്ട് ആ സമയത്ത് ഒരുപാട് തിരക്കുണ്ടാവും വിചാരിച്ചു. അതായത് പുലർച്ചെ തിരക്കുണ്ടാവും വിചാരിച്ചാണ് ഈ സമയം വന്നത്. നോക്കുമ്പോൾ ഇപ്പോഴും ഭയങ്കര തിരക്കാണ്. കുറെ നേരം കാത്തിക്കുന്നത്. അതെ. വന്നിട്ട് ഒരു 1.5 മണിക്കൂറോളമായി ആയിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ വലിയ ഒരു തിരക്കാണ് നമുക്ക് ഈ ഭാഗങ്ങളിലൊക്കെ അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ്. ആളുകളൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പലരും പുലർച്ചെ 2:30 കൂടി ചടങ്ങുകൾ തുടങ്ങിയത് കൊണ്ട് തന്നെ ആ സമയത്ത് തിരക്കുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് ആളുകൾ പലപ്പോഴും ആ സമയത്ത് എത്താതെ ഇപ്പോൾ എത്തിയത്. പക്ഷേ ഇപ്പോഴും വലിയ തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. വലിയ ക്യൂ ആണ് പല ഭാഗങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നതെന്നുള്ളതാണ്. പ്രത്യേകിച്ച് തിരുനാവായ എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്നതുപോലെ ത്രിമൂർത്തി സംഗമവേദി കൂടിയാണ്. അപ്പോൾ ഇവിടെ ഇത്തരത്തിൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുമ്പോൾ പിതൃക്കൾക്ക് മോക്ഷം കിട്ടും എന്നുള്ള വലിയൊരു വിശ്വാസത്തോടു കൂടിയാണ് ഇത്തരത്തിൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഏതാണ്ട് 50,000-ഓളം ആളുകൾ മൊത്തത്തിൽ ഈ ചടങ്ങുകൾക്കും എല്ലാമായി ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ളത് തന്നെയാണ് ട്രസ്റ്റ് ഭാരവാഹികൾ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുവേണ്ടിയുള്ള സംവിധാനങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. തിരൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 200-ലധികം പോലീസുകാരുണ്ട്. അതോടൊപ്പം തന്നെ മെഡിക്കൽ സംഘമുണ്ട്. അതോടൊപ്പം തന്നെ മുങ്ങൽ വിദഗ്ധർ ഇവവും ഈ ചടങ്ങിന്റെ ഭാഗമായി ഭാരതപ്പുഴയിൽ മുങ്ങുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ അപകടങ്ങൾ വല്ല സംഭവിക്കുകയാണെങ്കിൽ അതിന് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാൻ ഫയർഫോഴ്സ്, മുങ്ങൽ വിദഗ്ധർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഉണ്ട്. ഏതായാലും 10,000-കണക്കിന് ആളുകളാണ് ഈ തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ എത്തിയിട്ടുള്ളത്. ചടങ്ങുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരുനാവായ നവമുകുന്ദ ക്ഷേത്രത്തിൽ നിന്ന് ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1.